ഹായ് കൂട്ടുകാർ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ഇസ്ലാമിക് എഡ്യൂക്കേഷണൽ ബോർഡിൻ്റെ കീഴിലുള്ള 6ാം ക്ലാസ്സിലെ മസാഇലുൽ ഫിഖ്ഹിലെ 3ാമത്തെ പാഠം കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത്, എല്ലാവരും മരണത്തെ രുചിക്കും. 6ാം ക്ലാസ് ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ മദ്രസയിലും ബോർഡിംഗ് സ്കൂൾ മദ്രസയുടെ കീഴിലുള്ള മദ്രസകളിലും നമുക്ക് 6ാം ക്ലാസ്സിലേക്ക് വന്ന മസാഇലുൽ ഫിഖ്ഹിലെ 3ാമത്തെ പാഠമാണ്. എല്ലാ ശരീരവും മരണത്തെ രുചിക്കും. നമുക്ക് പാഠം മനസ്സിലാക്കാം. അപ്പോൾ ഇവിടെ നമുക്ക് ആദ്യം ഈ ഭാഗം ഒന്ന് വായിച്ച് മനസ്സിലാക്കാം. ആരാണ് ഇന്ന് നോമ്പ് അനുഷ്ഠിച്ചത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചോദിച്ചു. ഞാൻ നോമ്പ് അനുഷ്ഠിച്ചിട്ടുണ്ട്, അബൂബക്കർ റളിയല്ലാഹു അൻഹു പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആരാണ് ഇന്ന് ജനാസയെ അനുഗമിച്ചത്? അബൂബക്കർ റളിയല്ലാഹു അൻഹു ഞാൻ അനുഗമിച്ചിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആരാണ് ഇന്ന് പാവപ്പെട്ടവന് ഭക്ഷണം നൽകിയത്? അബൂബക്കർ റളിയല്ലാഹു അൻഹു ഞാൻ നൽകിയിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആരാണ് ഇന്ന് രോഗിയെ സന്ദർശിച്ചത്? അബൂബക്കർ റളിയല്ലാഹു അൻഹു ഞാൻ സന്ദർശിച്ചിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നിശ്ചയം ഈ കാര്യങ്ങളെല്ലാം മേളിച്ചവർ സ്വർഗത്തിൽ പ്രവേശിക്കും. മൂത്താപ്പയുടെ വീട്ടിലേക്ക് ഉസ്താദും ഒന്നിച്ച് പോകുമ്പോൾ ഖാലിദ് ഈ സംഭവം ഓർത്തു. അതായത് ഖാലിദിൻ്റെ മൂത്താപ്പ സുഖമില്ലാതെ കിടക്കുകയാണ്. അപ്പോൾ ഉസ്താദും ഖാലിദും കൂടി മൂത്താപ്പയുടെ വീട്ടിലേക്ക് പോകുമ്പോൾ ഈ ചരിത്രം ഓർത്തതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സഹാബികൾക്കിടയിൽ ചോദിച്ചതാണ്, ആരാണിന്ന് രോഗിയെ സന്ദർശിച്ചത്, ആരാണിന്ന് നോമ്പ് അനുഷ്ഠിച്ചത്, ആരാണിന്ന് ജനാസയെ അനുഗമിച്ചത്, ആരാണിന്ന് പാവപ്പെട്ടവർക്ക് ഭക്ഷണം നൽകിയത് എന്നൊക്കെ. അപ്പം എല്ലാറ്റിനും ഉത്തരം പറഞ്ഞത് അബൂബക്കർ റളിയല്ലാഹു അൻഹു ആണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ നിശ്ചയം ഈ കാര്യങ്ങളെല്ലാം മേളിച്ചവർ സ്വർഗത്തിൽ പ്രവേശിക്കും എന്ന്. അപ്പം അത് മനസ്സിലാക്കാം. നമുക്ക് പാഠത്തിൻ്റെ ബാക്കി കാര്യം മനസ്സിലാക്കാം. മൂത്താപ്പ കരയുകയാണ്. ഉസ്താദ് അടുത്തു ചെന്നിരുന്നു. മൂത്താപ്പ വേദന സഹിക്കാൻ കഴിയുന്നില്ല, പെട്ടെന്ന് മരിച്ചാൽ മതിയായിരുന്നു. ഉസ്താദ് അങ്ങനെ പറയരുത്, മരണത്തെ കൊതിക്കാൻ പാടില്ലെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുണ്ട്. അല്ലാഹുമ്മ അഹീനി മാ കാനത്തിൽ ഹയാത്തു ഹൈറല്ലി വ തവഫനി ഇദാ കാനത്തിൽ വഫാത്തു ഹൈറല്ലി എന്ന് പ്രാർത്ഥിച്ചോളൂ, ഉസ്താദ് ഉപദേശിച്ചു. അതായത് ഉസ്താദിനെ കണ്ടപ്പോൾ മൂത്താപ്പ കരയുകയാണ്. ഖാലിദിൻ്റെ മൂത്താപ്പ കരയുകയാണ്. ഉസ്താദ് അടുത്ത് ചെന്നിരുന്നു. അപ്പോൾ ഉസ്താദിനോട് മൂത്താപ്പ പറയുകയാണ്, വേദന സഹിക്കാൻ കഴിയുന്നില്ല, പെട്ടെന്ന് മരിച്ചാൽ മതിയായിരുന്നു. അപ്പോൾ ഉസ്താദ് പറയുകയാണ്, അങ്ങനെ പറയരുത്, മരണത്തെ കൊതിക്കാൻ പാടില്ലെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അല്ലാഹുമ്മ അഹീനി മാ കാനത്തിൽ ഹയാത്തു ഹൈറല്ലി വ തവഫനി ഇദാ കാനത്തിൽ വഫാത്തു ഹൈറല്ലി എന്ന് ദുആ ചെയ്യണം. അപ്പോൾ എന്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്? മരണത്തെ കൊതിക്കാൻ പാടില്ലെന്ന്. രോഗികൾ എന്താണ് ദുആ ചെയ്യേണ്ടത്? അപ്പോൾ അതൊക്കെ ഈ ഭാഗത്തുനിന്ന് മനസ്സിലാക്കുക കേട്ടോ. നിങ്ങൾ ക്ഷമിക്കൂ, രോഗം അല്ലാഹു തആല നൽകുന്നതാണ്, ക്ഷമിച്ചാൽ അളവറ്റ പ്രതിഫലമാണ്. നിങ്ങൾ ധാരാളം ഇബാദത്ത് ചെയ്തിട്ടുണ്ട്, സാന്ത്വന പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ട്, അല്ലാഹു തആല നിങ്ങൾക്ക് റഹ്മത്ത് ചെയ്യും. ഉസ്താദ് ഖാലിദിൻ്റെ മൂത്താപ്പയോട് പറഞ്ഞു. അസ്സലാമു അലൈക്കും. ഉസ്താദ് യാത്ര പറഞ്ഞിറങ്ങി. വൈകുന്നേരമായപ്പോഴേക്കും മൂത്താപ്പയുടെ രോഗം കലശലായി. മൂസ ഹാജി അദ്ദേഹത്തെ കിബിലക്ക് തിരിച്ചു കിടത്തി. അപ്പോൾ രോഗം കലശലായപ്പോൾ രോഗിയെ കിബിലയിലേക്ക് തിരിച്ചു കിടത്തി. അപ്പോൾ അത് മനസ്സിലാക്കട്ടാ. എല്ലാവരോടും യാസീൻ ഓതാൻ നിർദ്ദേശിച്ചു. രോഗിയുടെ അടുത്ത് വെച്ച് യാസീൻ ഓതാൻ നിർദ്ദേശിച്ചു. ലാ ഇലാഹ ഇല്ലല്ലാ, ലാ ഇലാഹ ഇല്ലല്ലാ മൂത്താപ്പയുടെ ചുണ്ടനങ്ങിക്കൊണ്ടിരുന്നു. കുറച്ചു കഴിഞ്ഞപ്പോൾ ശ്വാസം നിലച്ചു. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ ചുറ്റും കൂടിയവർ പറഞ്ഞു. ബിസ്മില്ലാഹി വഅലാ മില്ലത്തി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് ചൊല്ലി മൂസ ഹാജി മയ്യിത്തിൻ്റെ 2 കണ്ണുകളും അടച്ചു. ഒരു ശീല കൊണ്ട് താടിയുടെ താഴ്ഭാഗത്തിലൂടെ മോതാവിലേക്ക് കെട്ടിവെച്ചു. ധരിച്ച വസ്ത്രം മാറ്റി നേരിയ തുണി കൊണ്ട് മയ്യിത്തിനെ പുതപ്പിച്ചു. അവയവങ്ങളെല്ലാം മടക്കി നിവർത്തി മയപ്പെടുത്തി. അപ്പോൾ ഒരു രോഗി
മരണത്തോടടുത്താൽ നമ്മൾ ചെയ്തു കൊടുക്കേണ്ട കാര്യങ്ങളാണ് ആദ്യം പറഞ്ഞത്. കിബിലയിലേക്ക് തിരിച്ചു കിടത്തുക, അടുത്ത് യാസീൻ ഓതുക, ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിക്കൊടുക്കുക, ഇതൊക്കെ നമ്മൾ പറഞ്ഞു. പിന്നെ ഒരാൾ മരണപ്പെട്ടാൽ നമ്മൾ ചെയ്തു കൊടുക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? ബിസ്മില്ലാഹി വഅലാ മില്ലത്തി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ എന്ന് ചൊല്ലി കണ്ണുകൾ അടച്ചു കൊടുക്കുക. ഒരു ശീല കൊണ്ട് താടിയുടെ താഴ്ഭാഗത്തിലൂടെ മൂർദാവിലേക്ക് കെട്ടിവെക്കുക. ധരിച്ച വസ്ത്രം മാറ്റി നേരിയ തുണി കൊണ്ട് മയ്യിത്തിനെ പുതപ്പിക്കുക. അവയവങ്ങളെല്ലാം മടക്കി നിവർത്തി മയപ്പെടുത്തുക. അപ്പോൾ അത് മയ്യിത്തിന് ചെയ്തു കൊടുക്കേണ്ട കാര്യങ്ങളാണ്. അപ്പോൾ ഒക്കെ ചോദ്യം വരും, മനസ്സിലാക്കട്ടാ. നിങ്ങൾ മരണത്തെ ഓർക്കുന്നത് വർദ്ധിപ്പിക്കുക. ജനങ്ങളിൽ ഏറ്റവും ബുദ്ധിമാനും മാന്യനുമായ വ്യക്തി മരണത്തെ കൂടുതൽ ഓർക്കുന്നവനാണ്. മരണത്തെ കൂടുതൽ ഓർക്കുന്നവനാണ് ജനങ്ങളിൽ ഏറ്റവും ബുദ്ധിമാനും മാന്യനുമായ വ്യക്തി. വിട്ടഭാഗം പൂരിപ്പിക്കാനൊക്കെ വരാം. ജനങ്ങളിൽ ഏറ്റവും ബുദ്ധിമാനും മാന്യനുമായ വ്യക്തി ആരാണ്? വൺ വേർഡ് ചോദ്യം വരാം. മരണത്തെ കൂടുതൽ ഓർക്കുന്നവനാണ്. മരണത്തെ ഓർക്കുന്നത് വർദ്ധിപ്പിക്കുക. നിങ്ങൾ മരണത്തെ ഓർക്കുന്നത് വർദ്ധിപ്പിക്കുക, മനസ്സിലാക്കുക. ഖാലിദിന് ഹദീസ് ഓർമ്മയിൽ വന്നു. എല്ലാവരും സൂറത്ത് യാസീൻ പാരായണം ചെയ്തു. പ്രാർത്ഥന നടത്തി. കാസിം ഹാജി മരണപ്പെട്ടിരിക്കുന്നു. ജനാസ നിസ്കാരം വൈകുന്നേരം 5 മണിക്ക് നടക്കും. മസ്ജിദിൽ നിന്ന് വിളിച്ചു പറഞ്ഞു. അക്സിറു ദിക്ര ഹാദിമുല്ലദാത്തിൽ മൗത്ത്. എല്ലാ അനുഭൂതികളും അവസാനിപ്പിക്കുന്ന മരണത്തെ സ്മരിക്കൽ നിങ്ങൾ വർദ്ധിപ്പിക്കുക. വിട്ടഭാഗം പൂരിപ്പിക്കാൻ വരാറുണ്ട്. അക്സിറു ദിക്ര ഡാഷ് മൗത്ത്, ദിക്ര ഹാദിമുല്ലദാത്തിൽ മൗത്ത്. അപ്പോൾ അതൊക്കെ മനസ്സിലാക്കുക, അർത്ഥം എഴുതാൻ വരും. എല്ലാ അനുഭൂതികളും അവസാനിപ്പിക്കുന്ന മരണത്തെ സ്മരിക്കൽ നിങ്ങൾ വർദ്ധിപ്പിക്കുക. അപ്പോൾ ഇത്രയാണ് ഇതിൽ പാഠത്ത് പറയുന്നത്. നമുക്കിതിൻ്റെ ദഫ്തർ തോലിബ് നോക്കാം. നുബയ്യിന് വിശദീകരിക്കാനാണ്. എന്താണ്? മരിച്ച ആൾക്ക് വേണ്ടി ചെയ്ത കാര്യങ്ങൾ വഴിക്ക് വഴി എഴുതുക. നമ്മൾ എന്തൊക്കെ പറഞ്ഞു? ഇവിടുന്ന് എഴുതാം. ബിസ്മില്ലാഹി വഅലാ മില്ലത്തി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ എന്ന് ചൊല്ലി പേര് വേണ്ട. മയ്യിത്തിൻ്റെ 2 കണ്ണുകളും അടയ്ക്കുക. ഒരു ശീല കൊണ്ട് താടിയുടെ താഴ്ഭാഗത്തിലൂടെ മൂർദാവിലേക്ക് കെട്ടിവെക്കുക. ധരിച്ച വസ്ത്രം മാറ്റി നേരിയ തുണി കൊണ്ട് മയ്യിത്തിനെ പുതപ്പിക്കുക. അവയവങ്ങൾ മടക്കി നിവർത്തി മയപ്പെടുത്തുക. ഈ അവയവങ്ങൾ മടക്കി നിവർത്തി മയപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിലെ ഓരോ അവയവങ്ങളും, ഇതിപ്പോൾ വിരലുകളൊക്കെ ഇങ്ങനെ മടക്കി നിവർത്തി കൊടുക്കുക. അതേപോലെ കൈയിൻ്റെ എല്ലാ മടക്കുകളും നമ്മുടെ ഇങ്ങനെ മടങ്ങി നിവരുന്ന എല്ലാ അവയവങ്ങളും, കാല്, എല്ലാ അവയവങ്ങളും മടക്കി നിവർത്തി മയപ്പെടുത്തുക. അതാണ് മയ്യത്തിന് ചെയ്തു കൊടുക്കേണ്ട കാര്യം. അപ്പോൾ അത് മനസ്സിലാക്കട്ടാ. അടുത്തത്, ഉസ്താദ് ഖാലിദിൻ്റെ മൂത്താപ്പയോട് എന്തെല്ലാം കാര്യങ്ങളാണ് പറഞ്ഞത്? എന്തൊക്കെയാണ് പറഞ്ഞത്? അത് ഉസ്താദ് പറയുന്നു, നിങ്ങൾ ക്ഷമിക്കൂ. രോഗം അല്ലാഹു തആല നൽകുന്നതാണ്. ക്ഷമിച്ചാൽ അളവറ്റ പ്രതിഫലമാണ്. നിങ്ങൾ ധാരാളം ഇബാദത്ത് ചെയ്തിട്ടുണ്ട്, സാന്ത്വന പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ട്. അല്ലാഹു തആല നിങ്ങൾക്ക് റഹ്മത്ത് ചെയ്യും. അപ്പം ഇത്രയും അവിടേക്ക് എഴുതാം. നക്തുബ് എന്താണ്? എഴുതാനാണ്. എന്താണ്? അല്ലാഹുമ്മ ഹീനി മാ കാനത്തിൽ ഹയാത്തു ഹൈറല്ലി വ തവഫനി ഇദാ കാനത്തിൽ വഫാത്തു ഹൈറല്ലി. എന്താണ്? അതുപോലെ പകർത്തി ഇങ്ങോട്ട് എഴുതുക. മനസ്സിലായില്ല? ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്താ? അതുപോലെ എഴുതുക. പിന്നെ ബിസ്മില്ലാഹി വഅലാ മില്ലത്തി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അത് അവിടേക്ക് പകർത്തുക. അടുത്തത് അക്സിറു ദിക്ര ഹാദിമുല്ലദാത്തിൽ മൗത്ത്, അതും അവിടേക്ക് പകർത്തി എഴുതുക. ഇനി നക്തുബുൽ മഅന, അർത്ഥം എഴുതണം. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. എന്താണ് അർത്ഥം? എന്താണ് ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ? തീർച്ചയായും നാം അള്ളാഹുവിൽ നിന്നുള്ളതാണ്, അവനിലേക്ക് തന്നെ മടങ്ങുക തന്നെ ചെയ്യും. തീർച്ചയായും നാം അള്ളാഹുവിൽ നിന്നുള്ളതാണ്, അവനിലേക്ക് തന്നെ മടങ്ങുകയും ചെയ്യും. അത് എഴുതാം. അടുത്തത് അക്സിറു ദിക്ര ഹാദിമില്ലദാത്തിൽ മൗത്ത്. എന്തായിരുന്നു പാഠത്തിൻ്റെ അടിയിൽ വന്ന ബോക്സ്? എല്ലാ അനുഭൂതികളും അവസാനിപ്പിക്കുന്ന മരണത്തെ സ്മരിക്കൽ നിങ്ങൾ വർദ്ധിപ്പിക്കൂ. അടുത്തത് അല്ലാഹുമ്മ ഹീനി മാ കാനത്തിൽ ഹയാത്തു ഹൈറല്ലി വ തവഫനി ഇദാ കാനത്തി വഫാത്തു ഹൈറല്ലി. എന്താണ്? അള്ളാഹുവേ, എനിക്ക് ജീവിതം ഹൈറാകുന്ന കാലത്തോളം എന്നെ ജീവിപ്പിക്കണമേ. മരണം ഹൈറാവുന്ന സമയത്ത്
എന്നെ മരിപ്പിക്കുകയും ചെയ്യണമേ എന്നാണ്. ജീവിതം ഹൈറാകുന്ന കാലത്തോളം എന്നെ ജീവിപ്പിക്കണമേ, മരണം ഹൈറാകുന്ന സമയത്ത് എന്നെ മരിപ്പിക്കുകയും ചെയ്യണമേ എന്നാണ്. അപ്പോൾ അതൊക്കെ മനസ്സിലാക്കി എഴുതുക. അപ്പോൾ ഇത്രയാണ് മൂന്നാമത്തെ പാഠമായ കുല്ലു നഫ്സിൻ ദായിഖത്തുൽ മൗത്ത് എന്ന ഈ പാഠത്തിൽ നിങ്ങൾക്ക് മനസ്സിലാക്കി പഠിക്കാനുള്ളത്. അപ്പോൾ മയ്യത്തിന് ചെയ്തു കൊടുക്കേണ്ട കാര്യങ്ങൾ, ഒരു രോഗിയെ സന്ദർശിക്കുമ്പോൾ നാം എന്ത് ദുആ ചെയ്യണം, അവരോട് എന്താണ് ദുആ ചെയ്യാൻ പറയേണ്ടത് ഒക്കെ ഇതിൽ പറയുന്നുണ്ട്. അപ്പോൾ അതൊക്കെ മനസ്സിലാക്കുക, ഉപകാരപ്പെടുത്തുക. വീഡിയോ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അടുത്ത പാഠവുമായി അടുത്ത വീഡിയോയിൽ കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.